നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയിൽ സന്തോഷമെന്ന് വിദേശകാര്യമന്ത്രി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ഭീകര കേന്ദ്രങ്ങൾ തകർത്ത തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനെതിരെ നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ. യുദ്ധമുദ്ദേശിച്ചായിരുന്നില്ല ആക്രമണമെന്നും ഭീകരതയെ പ്രതിരോധിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഇന്ത്യ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. ഇതോടെ പാകിസ്ഥാന് താക്കീതുമായി ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തി. യുദ്ധമുദ്ദേശിച്ചുള്ള സൈനിക നീക്കമല്ല, ജെയ്ഷെ മുഹമ്മദ് ഭീകര പരിശീലന കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യം. പ്രദേശവാസികളായ സാധാരണ പൗരന്മാരെ ഈ വ്യോമാക്രമണം ഒരിക്കലും ലക്ഷ്യം വച്ചിരുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. വ്യോമാക്രമണത്തിന്റെ ഈ ഉദ്ദേശം ചൈന, അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ അടക്കം വിവിധ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ. രാജ്യത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സർക്കാരിനും ഇന്ത്യൻ സൈന്യത്തിനും നൽകിയ പിന്തുണയിൽ താൻ സന്തുഷ്ടയെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം സംബന്ധിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി ചർച്ച നടത്തിയതായും സുഷമ. പ്രതികരണം ഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട്. തലയുയർത്തി രാജ്യം സുരക്ഷിത കരങ്ങളിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആരുടെയും മുന്നിൽ തലകുനിക്കില്ല. രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. കേന്ദ്ര സർക്കാർ രാഷ്ട്രത്തിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ആക്രമണത്തിലെ വിജയം ആഘോഷിക്കണം. സൈനികരുടെ കാര്യത്തിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ വികാരം തനിക്ക് മനസ്സിലാകുമെന്നും മോദി. മിന്നലാക്രമണത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ. ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയ വ്യോമസേനയെ അഭിനന്ദിച്ച് മുൻ കരസേനാ മേധാവി VK സിംഗ്. ഓരോ തവണ നിങ്ങൾ ആക്രമിക്കുമ്പോഴും കൂടുതൽ കഠിനമായും ശക്തമായും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നായിരുന്നു ട്വീറ്റ്. ഇന്ന് പുലർച്ചെ അതിർത്തിയിൽ ഇന്ത്യ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പുൽവാമ ഭീകരാക്രമണം നടന്ന് 12 ദിവസങ്ങൾക്ക് ശേഷം. 12 മിറാഷ് 2000 പോർവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം. സൈന്യം അഗ്നിക്കിരയാക്കിയത് ജെയ്ഷെ ഭീകരരുടെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കേന്ദ്രം. ആക്രമണത്തിൽ ജെയ്ഷെ കമാൻഡർ ഉൾപ്പെടെ പരിശീലനം ലഭിച്ച നിരവധി തീവ്രവാദികളെ വധിച്ചതായി ഇന്ത്യ സ്ഥിരീകരിച്ചു. 137 വിമാനങ്ങൾ ഉൾപ്പെടുത്തി ദിവസങ്ങൾക്ക് മുൻപ് വായുശക്തി എന്ന പേരിൽ ഇന്ത്യ ശക്തി പ്രകടനം നടത്തിയിരുന്നു. സർക്കാരിന് തിരിച്ചടി. ദേശീയ പണിമുടക്കിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ അവധി അനുവദിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. നീക്കം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. സമരം നടത്തുന്നവരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് കോടതിയുടെ വിമർശനം. കേസിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടി. സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്ക് ദിവസം അവധി അനുവദിച്ച് ഉത്തരവിറക്കിയത് ദിവസങ്ങൾക്ക് മുൻപ്. ഹൈക്കോടതിയുടെ വിമർശനം ഉത്തരവിന്റെ പകർപ്പ് കാണിച്ചുകൊണ്ട് നൽകിയ സ്വകാര്യ ഹർജിയിൽ. സർക്കാർ പണിമുടക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ശമ്പളം നൽകാനുള്ള തീരുമാനം നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ പരാമർശം. ഇതിൽ കോടതി ഇടപെടണമെന്നും ആവശ്യം. ഹർജി വിശദമായ വാദത്തിന് മാറ്റി. ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ ശമ്പളം അനുവദിക്കരുതെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അയോധ്യയിൽ മധ്യസ്ഥതയ്ക്ക്. അയോധ്യ ഭൂമിതർക്ക കേസിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ മധ്യസ്ഥതയ്ക്ക് വിടുന്നത് സംബന്ധിച്ച് മാർച്ച് 5-ന് ഉത്തരവിറക്കുമെന്ന് സുപ്രീം കോടതി. കേസിനെ കേവലം വസ്തുതർക്കമായി കാണാനാവില്ല. ഇരുകക്ഷികളും തമ്മിലുണ്ടാക്കിയ മുറിവ് ഉണക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ജസ്റ്റിസ് ബോബ്ഡെ. എന്നാൽ മധ്യസ്ഥ ശ്രമം നേരത്തെ നടത്തി പരാജയപ്പെട്ടതാണെന്ന് രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥൻ. അതേസമയം മധ്യസ്ഥത നീക്കം എന്ന കോടതി നിരീക്ഷണത്തെ സ്വാഗതം ചെയ്ത് സുന്നി വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ രാജീവ് ധവാൻ. വിശാല താൽപര്യങ്ങൾക്ക് വഴങ്ങി ചർച്ചയ്ക്ക് തയ്യാറെന്നും പ്രതികരണം. മധ്യശ്രമത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് 1% സാധ്യത മാത്രമേ ഉള്ളൂവെങ്കിലും അത് ഉപയോഗപ്പെടുത്തണമെന്ന് കേസ് പരിഗണിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ച്. മധ്യശ്രമങ്ങൾ രഹസ്യ സ്വഭാവത്തിലുള്ളവയായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും മാധ്യമങ്ങളോട് ചർച്ച ചെയ്യരുതെന്നും കോടതി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, അബ്ദുൾ നസീർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ബാബറി മസ്ജിദിന് നിന്നിരുന്ന 2.72 ഏക്കർ ഭൂമി സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാഡെ, രാംലല്ല എന്നിവർക്ക് 3ആയി പകുത്തു നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലുകളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസ് നാളെ രാവിലെ 9:55-ന്. ശുഭരാത്രി.